ഹലോ, ഞാൻ ലിബില്ലി. അപ്പോൾ ഞാനിന്ന് വാർ 2 സിനിമ കണ്ടു. ജൂനിയർ NTRഉം അതേപോലെ തന്നെ ഹൃതിക് റോഷനും അഭിനയിച്ച പടം. പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ ആദ്യമേ തന്നെ പറയാം, ഫുള്ളി സാറ്റിസ്ഫൈഡ് അല്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഭാഷ മനസ്സിലാവാത്തതുകൊണ്ട് തന്നെയാണ് എനിക്കത് മനസ്സിലാവാത്തല്ല, ഭാഷ മനസ്സിലാവാത്തതുകൊണ്ട്. കാരണം ഡയലോഗ്സിനൊക്കെ കുറേ പ്രാധാന്യമുള്ളായിരുന്നു. നമുക്കത് സബ് ടൈറ്റിൽ എഴുതി കാട്ടുന്നുണ്ട്, പക്ഷേ അതിൻ്റെ ഒപ്പം ക്യാച്ച് ചെയ്ത് എത്താൻ പറ്റിയില്ല. അതാണ് വിഷയം. പക്ഷേ എന്തായാലും പടം തിയേറ്ററിൽ കാണാമെന്നുള്ള സംഭവമുണ്ട്. അതായത് വിഷ്വൽ ട്രീറ്റ് എന്ന് പറയില്ലേ, അതിൽ ഫണ്ടും പോട്ടെ, ഫൈറ്റ് ആയാലും അതേപോലെ തന്നെ BGM കാര്യങ്ങളും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും സൗണ്ടും എല്ലാം ഒന്നുകൊണ്ട് അടക്കം പടം കിട്ടില്ല തന്നെ. അതായത് ഒരു സ്പൈ യൂണിവേഴ്സിറ്റി അങ്ങനെയൊക്കെയാണ് സംഭവം പറഞ്ഞത്. നമ്മളിതിന് മുമ്പ് കൂടുതലും കണ്ടിട്ടില്ലാത്ത കാരണം അറിയാനും പാടില്ല. പിന്നെ ഹൃതിക് റോഷനെയും മറ്റേ NTRനെയും കൂടാണ്ട് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് മറ്റേ ജാക്കി ഷെറോഫ്. പുള്ളി ഇടയ്ക്കിടയ്ക്ക് വരുന്നത്, അത് ഇടയ്ക്ക് ഞാൻ പുള്ളിയെ ശ്രദ്ധിച്ചു. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഭാഷ മനസ്സിലാവാത്തതുകൊണ്ടാണ് എനിക്ക് മെയിനായിട്ടും അത് എന്തിനാണ് വന്നത് അങ്ങനെയൊന്നും എനിക്ക് മനസ്സിലായില്ല. എന്തായാലും ഇനിയിപ്പോൾ മലയാളം ഡബ്ബ് ഇറങ്ങുമ്പോൾ എന്തായാലും അത് കാണണം. കാരണം അത് കണ്ടില്ലെങ്കിൽ ശരിയാവില്ല. കാരണം പടം ഗംഭീര പടമാണ്. അതായത് തിയേറ്റർ എഫക്റ്റ്, അത് ശരിക്കും പറഞ്ഞ ഒരു കത്തിപ്പടം അങ്ങനെ പറയുമോ, അതിലേക്കൊക്കെ വരാം. അതായത് തിയേറ്റർ എക്സ്പീരിയൻസ് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ധൈര്യമായിട്ട് കയറാവുന്ന ഒരു പടമാണ് ഇത് വാർ 2. പിന്നെ ഹിന്ദി അറിയാവുന്നവർക്കാണെങ്കിൽ കുറച്ചും കൂടി മനസ്സിലാവും കാര്യങ്ങൾ. എനിക്ക് ഹിന്ദി അറിയാത്തതാണ് മെയിൻ പ്രശ്നം. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ പടം എന്ന് പറഞ്ഞാൽ ഒരു കത്തിപ്പടം. അതായത് കത്തി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പണ്ട് ബദ്രിനാഥ് സിനിമ അറിയില്ലേ, ബദ്രിനാഥ് സിനിമയിൽ അല്ലു അർജുൻ ഒരു വാളും കൊണ്ട് 10, 50, 100 പേരെ കൊത്തിക്കൊള്ളുന്ന ആ സീനില്ലേ, അതേപോലത്തെ സീൻസാണ് ഇതിലും മിക്കതും. കാരണം ഹൃതിക് റോഷൻ്റെ ആയാലും NTRൻ്റെ ആയാലും എൻട്രിയൊക്കെ കിഡിലാണ്. അതായത് കണ്ടിരിക്കാനുള്ള സംഭവമുണ്ട് ആ എൻട്രിയൊക്കെ. അതാണ് പറഞ്ഞത്. അതായത് എത്ര വലിയ ഇവർക്കൊന്നും ഇവരെ തല്ലാനും കൊല്ലാനും പറ്റില്ല, ഇവർക്ക് കുറേ പേരെ തല്ലാം അങ്ങനത്തെ കാര്യങ്ങളാണ് അതിൽ പടത്തിൽ വന്നത്. അതാണ് ഞാൻ പറഞ്ഞ കത്തി പടം എന്ന്. ഫസ്റ്റ് തന്നെ ഹൃതിക് റോഷൻ്റെ എൻട്രി കാട്ടുമ്പോൾ തന്നെ വാളും പിടിച്ച് ചൈനക്കാർ അങ്ങനത്തെ എന്താണ്ട് ആൾക്കാരാണ് വാളും പിടിച്ചുകൊണ്ടൊക്കെ ഒരു 10, 20, 30 കുറേ ആൾക്കാരുണ്ട്. ഇവരൊക്കെ വരുമ്പോൾ പക്ഷെ ഇവരൊക്കെ അടിച്ച് ഹൃതിക് റോഷൻ മാത്രം അങ്ങോട്ട് ജയിച്ചു വരും. സിനിമയിലായതുകൊണ്ട് അതൊക്കെ പറ്റും, അല്ലാണ്ട് റിയലായിട്ട് പറ്റാത്തത് ഇല്ല. കാരണം എങ്ങനെ നടക്കാൻ ഈ വരുന്ന എല്ലാവരുടെയും കയ്യിൽ വാളും ഉണ്ട്, അതേപോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഹൃതിക് റോഷന് മാത്രം ഒന്നും പറ്റില്ല. പിന്നെ അതേപോലെ തന്നെ NTRൻ്റെ വരുമ്പോൾ കുറച്ച് വെടിവെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ വെടിവെപ്പിൻ്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ തിരിച്ചു വെക്കണം ഒരു വെടിപോലും കൊള്ളാനുള്ള. ഇവരുടെ കയ്യിൽ പിസ്റ്റളെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് ഷൂട്ട് ചെയ്യുന്നത് ഒക്കെ എല്ലാവർക്കും കൊള്ളണമുണ്ട്, എല്ലാവരും ചാവണമുണ്ട്. പക്ഷേ ഇവർക്ക് മാത്രം ഒന്നും പറ്റില്ല, ഇവർക്കൊരു വെടിയും കൊള്ളാനുള്ള, ഒന്നും കൊള്ളാനുള്ള. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ കഥ വരുമെന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാഫ് തുടങ്ങുന്നത് ഇതിൻ്റെ ഒരു ഫ്ലാഷ് ബാക്കോടുകൂടി തന്നെയാണ്. കാരണം ഇവരുടെ ചെറുപ്പവും കാര്യങ്ങളും പിന്നെ അങ്ങനെ എങ്ങനെയാണ് രണ്ടുപേരും ശത്രുക്കളായ അല്ലെങ്കിൽ വേറെ ഇതായെന്നൊക്കെ കാണിക്കുന്ന ഇതാണ്. അത് നിങ്ങൾ പടം തിയേറ്ററിൽ കാണേണ്ടവർക്ക് കാണാം, അത് കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ലാസ്റ്റ് ക്ലൈമാക്സ് ഇതിൽ 2 പാട്ടുകളും സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം കിടിലമെന്ന് പറയാൻ കിടിലം. മറ്റേ അറ്റ്മോസ് സൗണ്ടിലിരുന്നാലുണ്ടല്ലോ ശരിക്കും നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും. പിന്നെ അത്രേ ഉള്ളൂ. അതായത് അറ്റ്മോസ് സൗണ്ടിലിരിക്കണം. അറ്റ്മോസ് തിയേറ്ററിൽ ഇരുന്നാലും ഇതിൻ്റെയൊക്കെ സൗണ്ട് പല മറ്റു ഹെലികോപ്റ്റർ പോണതിൻ്റെയൊക്കെ സൗണ്ട് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവണമെങ്കിൽ അത് ഒരു അറ്റ്മോസ് തിയേറ്ററിലിരിക്കണം. പിന്നെ ലാസ്റ്റ് ക്ലൈമാക്സ് വന്നപ്പോൾ കുറച്ച് ഇതായിപ്പോയി. കാരണം NTRനെ ഓൾറെഡി അവൻ്റെ നെഞ്ചത്ത് വെടിവെച്ച് കാര്യങ്ങളൊക്കെ അങ്ങനത്തെ സംഭവങ്ങൾ, എന്നിട്ട് ആണ് ഇവൻ ഈ ഫൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തത്. അതൊക്കെ ഓക്കെ, പക്ഷേ എന്ത് ചെയ്ത് ഒരു ചാവില്ല. അതാണ് ഈ പടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ഇവരെ മാത്രം ഒന്നും ചെയ്താൽ ചാവില്ല. അവസാനമൊക്കെ കമ്പിയൊക്കെ കുത്തി കയറി ചാവണ പോലെയൊക്കെ കാണുന്നുണ്ട്, പക്ഷേ ഇവർ ചാവല്ല. ഇവർ ചാവണില്ല. അതാണ് ഈ പടത്തിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയാം. പിന്നെ ഇതിലെ നടിയുടെ പേര് എനിക്ക് ശരിക്കും പേര് അറിഞ്ഞൂടാ. എന്തായാലും കൊള്ളാം, എല്ലാവരും അഭിനയിച്ചവരൊക്കെ കൊള്ളാം, അങ്ങനെ പറഞ്ഞോളൂ. പിന്നെ അനിൽ കപൂറൊക്കെ ഇതിൽ വരുന്നുണ്ട്. അതിൽ ഒരു എന്തോ സംഭവമായിട്ട് വരുന്നുണ്ട്. അത് നിങ്ങൾ കണ്ടോ, ഒരു സീനിയർ ഓഫീസറായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. അതെന്തായാലും തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് പടം. അതായത് സൗണ്ടും കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ട് കിട്ടും. പിന്നെ അതേപോലെ തന്നെ ഹൃതിക് റോഷൻ്റെ ഫൈറ്റും കാര്യങ്ങളും ഒക്കെ കിട്ടും തന്നെ. ഹൃതിക് മാത്രമല്ല NTRഉം. പിന്നെ ഒരു ഒരു വിമാനത്തിൻ്റെ മുകളിലുള്ള ഒരു ഫൈറ്റൊക്കെ ഉണ്ട്. അത് ഇപ്പം ഈ ഒരു മലയാളം പടം ഉണ്ട്, അതിൽ ആദ്യത്തെ ഒരു ഫൈറ്റ്
മലയാളം അതിനൊക്കെ ഞാൻ പൊള്ള. എന്തായാലും മറ്റേ വിമാനത്തിലൊക്കെ ഉള്ളൊരു ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒക്കെ കിടിലം തന്നെ. എന്തായാലും തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് പടം.